ഹായ് ഹലോ. ഇന്നൊരു നമ്മുടെ വാഴയില ബുൾസൈയാണ് കേട്ടോ. വാഴയില ബുൾസൈ ആരും ഉണ്ടാക്കി കാണത്തില്ല, കാരണം ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്. വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനപ്പോൾ നമ്മുടെ മുറ്റത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ വാഴയിൽ നിന്ന് ഒരു വാഴയിലയുടെ ഒരു ഇച്ചിരി കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേ. വാഴയോട് സമ്മതമൊക്കെ ചോദിച്ചിട്ട് തന്നെ കേട്ടോ. അതിനോട് ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ വാങ്ങിച്ചു വെച്ച മുട്ട അടിച്ചു മാറ്റിയതാണ് ഞാനിത്. അമ്മ വൈകിട്ടൊരു മെനിക്കൊട്ട് കിട്ടുകയും ചെയ്യും. ഈ പരീക്ഷണം പാളിപ്പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. എൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. എന്തായി തീരുമെന്ന് എനിക്ക് ഒരു പിടുത്തം ഇല്ലാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് ഈ വാഴയില ബുൾസൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുഞ്ഞൊരു കഷ്ണം വാഴയില എടുത്തുകൊണ്ട് വന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു. തീയുടെ മുകളിൽ വെച്ചൊന്ന് അതിലൊന്ന് മയക്കാക്കി വാട്ടിയെടുത്തു. അപ്പം വാഴയിൽ ഒരു നുള്ളി എണ്ണ ഒഴിച്ചിട്ട്, ആ വാട്ടിയ വാഴയിൽ ഒരു നുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് എല്ലാ സൈഡും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പം മുട്ട നമ്മുടെ മഞ്ഞക്കറി ചിലപ്പോൾ പൊട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു കുഞ്ഞു കുഴിയൻ പാത്രം എടുത്തിട്ട് അതിലേക്കാണ് മുട്ടയുടെ മഞ്ഞക്കറി പൊട്ടാതെ ഒഴിച്ചത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ തവയിൽ ഞാൻ ഒഴിക്കുമ്പോൾ പൊട്ടിപ്പോവും. വേറെ മുട്ട എടുക്കാൻ എനിക്ക് ഓപ്ഷനിലില്ല, കാരണം അമ്മ എന്നെ ചാടിക്കും. അമ്മ വാങ്ങിച്ച് വെച്ചേക്കുന്ന മുട്ടയാണ്. അത് ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ അഞ്ചപ്പച്ച കളഞ്ഞ് അമ്മേനെ ചടിക്കും. സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ വഴക്ക് പറയും. കാരണം ഈ വീഡിയോ കാണുമ്പോൾ അമ്മേനെ വഴക്ക് പറയും. ഞാൻ എണ്ണ തേച്ച ഇത് നമ്മൾ തവ തീ കത്തിച്ച് വെച്ചിട്ട് ഒന്ന് വരുമ്പം ഞാൻ ഒഴിക്കുന്നത്. നന്നായിട്ട് ആ തവയും ആ ഇലയും ഒന്ന് ചൂടാവണേ. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെയാണ്. ചുമ്മാ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എന്താവുമെന്ന് പോലും അറിയാതെ ചെയ്തു തുടങ്ങിയതാണ്. എന്തായാലും സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ്ട് നമ്മുടെ ഇല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന മുട്ട നമ്മുടെ വാഴയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അനങ്ങാതെ അവിടെ ഇരുന്നതാണ് കേട്ടോ. വാഴയിലയുടെ നടുക്ക് തന്നെ ഇരുന്നതാണ്. ഞാൻ തന്നെ എടുത്തിട്ട് തവ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയത് കേട്ടോ. പക്ഷേ ഇലയിൽ തന്നെ കിടന്നായിരുന്നെങ്കിൽ അതൊന്നും കൂടി ഭംഗിയായേനെ. എന്നിട്ട് നമ്മളിതാണ്ട് ആ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടിയും സ്വല്പം ഇട്ട്, ഉപ്പ് പൊടിയും സ്വല്പം ഇട്ട്. അതോ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ. കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടു, സ്വല്പം ഉപ്പ് പൊടി ഇട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് സാധാരണ ബുൾസൈ അടച്ച് വെക്കാറില്ല. ഇനി വാഴയിൽ നിന്ന് ഇളകിയില്ലെങ്കിലോ എന്നും വെച്ചിട്ട് ഞാൻ ഒന്ന് ബുൾസൈ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെളിയിലിരുന്ന ആ ഒരു മുട്ടയുടെ ആ പീസൊക്കെ ഞാൻ എടുത്ത് ഇലയിൽ തന്നെ വെച്ച്, ഞാൻ അതിട്ട് ആട്ടിട്ടാണ് പോയത് കേട്ടോ. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എൻ്റെ ഭയങ്കര പ്ലാൻ എന്ന് വെച്ചാൽ ആ ഇലയുടെ നടുക്ക് തന്നെ ഇങ്ങനെ വട്ടത്തിൽ നമ്മുടെ ഇരിപ്പില്ലേ, ബുൾസൈ ഇരിക്കില്ലേ, അങ്ങനെ ഇരിക്കണമെന്നായിരുന്നു. പക്ഷെ നടന്നില്ല കേട്ടോ. തവയായതുകൊണ്ടാണ്. ചീനിച്ചട്ടി അല്ലായിരുന്നു കൃത്യം എന്നെ നടുക്കിയിരുന്നേനെ. നമ്മുടെ അപ്പച്ചട്ടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇല വെച്ചിട്ട് വെക്കുവാണെങ്കിൽ കൃത്യം എന്നെ തിരിക്കും കേട്ടോ. പിന്നെ അത് ഇലയിൽ നിറങ്ങി വരുന്നുണ്ട് കേട്ടോ. എണ്ണ തഴുവിയെങ്കിലും അത് ഇലയിൽ നിറങ്ങി വന്ന് മുട്ട ബുൾസൈ റെഡി ആയിട്ടുണ്ട്.